ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ് ഉണ്ടാക്കാൻ പോണേ. കളർഫുള്ളുള്ള ഒരു ദോശയാണ് കേട്ടോ. ശംഖുപൂവൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ മാവൊക്കെ ഇന്നലെ രാത്രി തന്നെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ ദോശ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ചട്നിക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് തക്കാളി ചട്നിയാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കാൻ പോണേ. അതിനായിട്ട് 2 തക്കാളി 2 സബോള എടുത്തിട്ടുണ്ട്. ഒരു 4 ഉണക്കമുളകും കുരുമുളക് വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് നമ്മൾ വറുത്തെടുക്കണം. എന്നിട്ട് മിക്സറിലിട്ടിട്ട് അടിച്ചെടുത്തിട്ട് താളിച്ചാൽ മതി. അപ്പോൾ ഇതിനായിട്ട് നമ്മളെല്ലാം വറുത്തെടുത്ത് മാറ്റി അരച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ ചട്നി. ഞാൻ ശംഖുപൂ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് മാവ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്കതിലേക്ക് ഒഴിച്ച ശേഷം ഒന്ന് മിക്സാക്കി കൊടുക്കാം. നല്ല കളർഫുള്ളായിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരുന്ന തേങ്ങയും ബദാമിൻ്റെ ഒരു 5 ബദാം എടുത്തിട്ടുണ്ട്. അതും കൂടി ഞാൻ പൊടിയാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതൊരു 4 ദോശ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഈ മാവിൽ. അത്രേ എടുത്തിട്ടുള്ളൂ. മോൾക്ക് മാത്രം ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അവൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഓൾറെഡി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് നല്ല ഹെൽത്തും ഉള്ള ഒരു ദോശയാണ്. അതിലേക്ക് നമ്മൾ ഈ അൽഫാമൊക്കെ ഉണ്ടാക്കില്ല, അതിൻ്റെ ചില്ലിപ്പൊടി അതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് ചൂടായത് നമ്മൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മാവ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. മാവിലേക്ക് കുറച്ച് ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് പറയാൻ മറന്നുപോയി. നമുക്കൊന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം തിരിച്ചു മറിച്ചും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് നെയ്യ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. നെയ്യില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ആ ചില്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് അൽഫാമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ച് വെച്ചതാണ്. ഇതുപോലെ ദോശ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ശംഖുപൂ ബദാം തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഹെൽത്തുമാണ്. ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ദോശ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാൻ ഒരു ദോശ മാത്രം ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇത് വീഡിയോയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഗൈസ്. അപ്പോൾ ഇതുപോലെ നമ്മൾ 4 ദോശയും കൂടി ചുട്ടെടുക്കാം. ദോശയ്ക്ക് കോമ്പിനേഷനായിട്ട് തക്കാളി ചട്നിയാണ് അരച്ചത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതേപോലെ പുതിയതായിട്ട് വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. Thank you.